ഞങ്ങളിന്ന് ടൗണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ടൗണിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ശിഖ എന്നോട് പറഞ്ഞതവാ പോകുമ്പോൾ കുട എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുടയൊന്നും വേണ്ട, വൈകുന്നേരം അതിൽ തീരെ വെയിലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാണ്. അത് ഭയങ്കര വെയിലായിരുന്നു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നാളെ എക്സിബിഷൻ ഉള്ളതിനെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ ലീവും വാങ്ങിയിട്ട് ടൗണിലേക്ക് പോയതാട്ടോ. കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ഈ സൂചി വെക്കുക പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പൊതുവേ എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര വേദനയും ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അപ്പം ബ്ലഡ് എടുക്കാമെന്ന് പറയുമ്പോൾ പറയാൻ വേണ്ടല്ലോ, നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കഷ്ടപ്പെട്ട് കടിച്ച് പിടിച്ച് നിൽക്കുകയാണ് ബ്ലഡ് ടെസ്റ്റിന്. കാരണം ഓല് കണ്ടാൽ ഒരു മോശമല്ലേ, ഞങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻസിന് ഇത്രയും പേടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മോശമല്ലേ. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് അവിടുത്തെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് പോയി ജ്യൂസ് കുടിക്കാൻ. ഞങ്ങൾ എപ്പോൾ മണ്ടിയിലേക്ക് ഇറങ്ങിയാലും ഞങ്ങളൊരു മെയിൻ കട ഉണ്ട്, മലനാട്. അവിടെ കയറാണ്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയല്ല. കാരണം എല്ലാവരെയും ഫേവറേറ്റ് സ്പോട്ടാണ്, നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന സ്ഥലം. ഞാൻ കോക്ടെയിലാണ് കേട്ടോ വാങ്ങിയത്. കോക്ടെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ എല്ലാ ജ്യൂസിനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കോക്ടെയിലാണ് വാങ്ങിയത്. ചിക്കുവാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങളൊരു മറ്റേ സോഡയും വാങ്ങി, നാരങ്ങ സോഡയും വാങ്ങി. അങ്ങനെ അതും കുടിച്ചിപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട് പി ജിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഞങ്ങൾ ഓടിപ്പോയി. കാരണം ടൈം മാനേജ് ചെയ്യണല്ലോ, അവിടെ കുറച്ച് നേരം നിൽക്കണമല്ലോ വെച്ചിട്ട് അവിടേക്ക് വേഗം ഓടിപ്പോയി. അവിടെ വീട്ടിൽ കയറി, പിന്നെ കുറച്ച് സംസാരിച്ചിരുന്നു, ചായ കുടിച്ച്, കുറച്ച് ബദാമും കേശനട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് അവളെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ അതും നോക്കി പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ ഹോസ്റ്റലിലേക്ക് 1 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ വൈകി വരുന്നതിനെ കൊണ്ട് ഞങ്ങൾ ഓടി കറക്റ്റ് ടൈമിൽ കയറി.